കേരള സ്വാദിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണ്. ഈ സമയത്ത് ഇലക്കറികളൊക്കെ നമ്മൾ കഴിക്കണം. അതിന് ചായമാനസ എന്ന ചീരയുടെ ഇല കൊണ്ട് ഞാനൊരു തോരൻ ഉണ്ടാക്കിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതാണ് ചായമാനസയുടെ ചെടി. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണ്. ഈ സമയത്ത് നമ്മൾ ഇലക്കറികളൊക്കെ കഴിക്കണം. അതിന് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീരയാണ്, ചായമാനസ. അതിൻ്റെ പേരാണ് ചായമാനസ. ഇതാണ് ആ ചീര. ഇത് ഒത്തിരി വൈറ്റമിനൊക്കെ ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കാനൊന്നും അറിയത്തില്ല. ഇതാണ് ചായമാനസ. ഇത് ബിപിക്കും കൊളസ്ട്രോളിനും ഒക്കെ കൊള്ളാമെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാനത് തോരൻ വെക്കുകയാണ്. ഇതിന് ചെറിയ ഒരു കട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ പക്ഷേ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളതൊന്നും കട്ട് കളഞ്ഞിട്ടല്ല, അല്ലാതാണ് ഞാൻ തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് കട്ടായിട്ടൊന്നും തോന്നിയില്ല. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ഇപ്പോൾ കട്ട് കളയാൻ വേണ്ടി വെള്ളത്തിലിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കണം ആ ഇല. എന്നിട്ടത് നമുക്ക് ചെറുതായിട്ട് ചീര അരിയുന്നത് പോലെ തന്നെ അരിഞ്ഞ് നമുക്ക് തോരൻ വെക്കുക. ഇതാണ് അതിൻ്റെ ആവശ്യമുള്ള തേങ്ങയാണ്. 10 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം. ഇത്രയാണ് ഇത് നമുക്ക് ഈ തോരന് വേണ്ടി നമ്മൾ ചതച്ചെടുക്കാനുള്ളത്. ആദ്യം നമുക്ക് ഈ ഇലയൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ കട്ട് കളഞ്ഞെടുക്കാം. ഒരു പാനിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇല അതിനകത്ത് ഇട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കതിനകത്തിട്ട് തിളച്ച് എടുക്കണം. അപ്പോഴേ കട്ട് പോകത്തുള്ളതെന്നാണ് പറയുന്നത്. നമുക്കങ്ങനെ എടുക്കാം. ഇത് ഞാൻ ഒരു 10-20 ഇല കാണും. ഇലയ്ക്ക് അളവൊന്നുമില്ലല്ലോ. ഇല മുങ്ങിക്കിടക്കുന്നത് പോലെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നാലേ ആ ഇലയുടെ കട്ടൊക്കെ പോകത്തുള്ളൂ. ഇല നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്.
5 മിനിറ്റായി. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഇലയെല്ലാം വെള്ളത്തിനകത്തൊന്ന് എടുക്കാം. ചൂട് പോയിട്ട് നമുക്ക് ഈ ഇല ഇനി ചീര അരിയുന്ന പോലെ അരിഞ്ഞെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ച് കൊണ്ടുവരാം. ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കത് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്കിനി ഇതൊന്നുകൂടെ വാരി അരിഞ്ഞെടുക്കാം. വെള്ളം ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ അരിഞ്ഞ് ചെറുതായിട്ട് എടുക്കാം. എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം. ആ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കാം. അരച്ചു കൊണ്ടുവന്നത് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് തേങ്ങ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ വെളുത്തുള്ളിയും ജീരകവും മുളകും ഒക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിടാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ്, ഇനി നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. മസാല അല്ലാതെ പിടിക്കാൻ വേണ്ടി നമുക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെക്കാം. അടച്ചു വെക്കാം. തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. വെള്ളമെല്ലാം പറ്റിച്ചെടുക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള തോരനാണ്. ചീരത്തോരൻ്റെ കൂട്ടേ അല്ല, വേറൊരു ടേസ്റ്റാണ് ഇതിന്. മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പോൾ ഇത് കാണും. നിങ്ങളിതെല്ലാം ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു തോരനാണ്. നമ്മുടെ വീട്ടിലുള്ളതൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. വിഷമൊന്നും അടിച്ചതല്ല. നല്ല ടേസ്റ്റിയായിട്ട് നമുക്കുണ്ടാക്കിയെടുക്കാം.
വെള്ളമെല്ലാം പറ്റി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തോരനെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റും. ഒത്തിരി വൈറ്റമിനൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.